ഇന്ന് നമുക്കൊരു പീനട്ട് ചട്നി ഉണ്ടാക്കി നോക്കിയാലോ. ഇതിൻ്റെ ജന്മദേശമായി കണക്കാക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അതിനായി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് തേങ്ങ ചിരകിയത്, 1 തൊട്ട് 1.5 സ്പൂൺ വരെ കപ്പലണ്ടി, 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 5 വറ്റൽമുളക്, ചെറിയ കഷ്ണം പുളി, ഉപ്പ് എന്നിവ മാത്രമാണ്. ഇനി നമുക്ക് ചേരുവകൾ ആദ്യം തന്നെ ഓരോന്നായി വറുത്തെടുക്കണം. അതിനായി ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവ നന്നായി വഴറ്റിയ ശേഷം മാറ്റിവെക്കുക. ഇനി അതേ ചട്ടിയിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്ന കപ്പലണ്ടിയും വറുത്ത് അതും മാറ്റിവെക്കുക. അതിനുശേഷം തേങ്ങ ചിരകിയതും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. തേങ്ങ വല്ലാതെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ ചൂടാക്കിയതൊഴികെ വറുത്തു വെച്ച മറ്റെല്ലാ ചേരുവകളും ഒന്ന് മിക്സി ജാറിൽ ചേർത്ത് പൊടിച്ചെടുക്കുക. ഇതിനുശേഷം ചട്നിക്ക് ആവശ്യമായ ഉപ്പ്, തേങ്ങ ചിരകിയതും ചേർത്ത് അല്പം മാത്രം വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കുക. ഈ ചട്നി വല്ലാതെ അരയുന്നതിലും അല്പം തരിതരിയായി അരച്ചെടുക്കുന്നതിലാണ് രുചിയുണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചട്നി താളിക്കാനായി ഒരു ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക്, കറിവേപ്പില എന്നിവ ചേർത്ത് അത് പൊട്ടി വന്ന ശേഷം നിറത്തിനായി ഒരല്പം മുളക് പൊടിയും ചേർത്ത് ചട്നിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അരച്ചു വെച്ച ചട്നി ചേർത്തിളക്കിയാൽ പീനട്ട് ചട്നി തയ്യാറായി. ദോശ, ഇഡ്ഡലി എന്നിവയ്ക്കൊപ്പം നല്ലൊരു സൈഡ് ഡിഷാണ് പീനട്ട് ചട്നി. ഡു ട്രൈ ദിസ് ആൻഡ് സെൻഡ് മീ ദി ഫീഡ്ബാക്ക് ത്രൂ കമൻറ്റ് ബോക്സ്. താങ്ക് യു.